Chapter we are start 7 water. Chapter 7 water. All are open. Textbook page number 35. Okay. You are ready? Yes. Do you know about water? Water is essential for our daily life. Water is essential for our daily life. We can live without water. ഓക്കെ, നമുക്ക് ജീവിക്കണമെങ്കിൽ എന്ത് വേണം? വെള്ളം വേണം. ഹ്യൂമൻ ബീയിങ്സ്, പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആൾസോ ക്യാൻ ലിവ് വിതൗട്ട് വാട്ടർ. ഓക്കെ, then water is most precious gift given to us in us by nature. നമുക്ക് പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു എന്താ പറയുക ഗിഫ്റ്റ്, പ്രീഷ്യസ് ഗിഫ്റ്റ്, വളരെ വിലപ്പെട്ട ഒരു ഗിഫ്റ്റാണ് ഇത് വാട്ടർ. സോ വാട്ടർ ഈസ് പ്രൊട്ടക്റ്റ്. നമുക്ക് എന്ത് ചെയ്യണം? വെള്ളം, വാട്ടർ എന്താണ്? മൂല്യവത്തായ ഒരു സമ്പത്താണ്. നമുക്ക് എന്ത് ചെയ്യണം? അതിനെ സംരക്ഷിക്കണം. അതുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണ് നമ്മുടെ ചാപ്റ്റർ 7 വാട്ടർ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങളോട് പറയുകയാണ്, അപ്പോൾ ഞാൻ ഈ ചാപ്റ്റർ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആയിട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു പോകും. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലാസ് കേട്ടതിന് ശേഷം അത് നന്നായി റീഡ് ചെയ്യണം. ടെക്സ്റ്റ് നന്നായി റീഡ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് നമുക്ക് എന്ത് ചെയ്യാം? ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ചാപ്റ്റർ നമുക്ക് തീർക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഞാൻ കുറച്ച് ഫാസ്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? വീഡിയോ ക്ലാസ് ഒരു 4-5 തവണ ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കണം. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മിസ്സിനോട് വോയിസ് വിടണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ലൈവ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോഴ്സ് ഓഫ് വാട്ടർ. ലിസൺ. Then what is source of water? Source of water means this the water we get from water rain, rivers, lakes and ponds, seas and oceans. Okay, നമുക്ക് വെള്ളം ലഭിക്കുന്നത് ഉറവിടങ്ങൾ, ഫോർ എക്സാമ്പിൾ റെയിൻ, റിവേഴ്സ്, ഓഷ്യൻസ്, പോണ്ട്സ്, ലേക്സ്. ഓക്കെ, ദാറ്റ് ഈസ് സോഴ്സ് ഓഫ് വാട്ടർ. ഇനി നമ്മൾ എന്താ പോണ? 1 by 1 ആയിട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാം. ഫസ്റ്റ് വൺ, റെയിൻ. റെയിൻ ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് നാച്ചുറൽ വാട്ടർ. നമുക്ക് എന്താ പറയുക, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന, നേരിട്ട് കിട്ടുന്ന ഒന്നാണ് എന്ത്? റെയിൻ വാട്ടർ. ദീസ് ദ റെയിൻ ഫിൽസ് ദ ലേക്സ്. ഈ റെയിൻ വാട്ടർ ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഓഷ്യൻസ്, ലേക്സ്, പോണ്ട്സ്, വെൽസ് ഒക്കെ ഫില്ല് ചെയ്യുന്നത്, നിറയ്ക്കുന്നത്. മഴ കുറഞ്ഞാൽ എന്താണ്? നമുക്കുള്ള വാട്ടർ കുറയും അല്ലേ? മഴ കൂടിയാൽ എന്താവും? എല്ലാം നിറഞ്ഞും കവിയുകയും ചെയ്യും. നെക്സ്റ്റ്, അണ്ടർഗ്രൗണ്ട് വാട്ടർ. അണ്ടർഗ്രൗണ്ട് വാട്ടർ മീൻസ് ഭൂഗർഭജലം എന്ന് പറയും, ഭൂമിക്കടിയിലെ വാട്ടർ. ഫോർ എക്സാമ്പിൾ വെൽസ്, കിണറിൽ നിന്നും കിട്ടുന്നത്. അതെന്താണ്? അണ്ടർഗ്രൗണ്ട്, ഭൂമിക്കടിയിൽ നിന്ന് ഒരുപാട് കിളച്ച് പോയിട്ടാണ് എന്ത് ചെയ്യുന്നത്? കിണറിൽ വെള്ളം കാണുന്നത് അല്ലേ? അപ്പോൾ എന്താണ്? ഭൂഗർഭജലമാണ്, ഭൂമിക്കടിയിൽ നമുക്ക് കാണപ്പെടാത്ത വെള്ളം. അതുപോലെ തന്നെ ട്യൂബ് വെൽസ്, കുഴൽ കിണറൊക്കെയാണ് അല്ലേ? എത്രയോ അടിയിൽ നിന്നാണ് കുഴൽ കിണറിലൊക്കെ വെള്ളം കിട്ടുന്നത്. അതിനെയൊക്കെയാണ് എന്ത് പറയുക? അണ്ടർഗ്രൗണ്ട് വാട്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, റിവേഴ്സ്, ലേക്സ് ആൻഡ് പോണ്ട്സ്. അപ്പോൾ നമുക്ക് റിവേഴ്സിലോ അതുപോലെ തന്നെ ലേക്സ്, പോണ്ട്സ്. അപ്പോൾ റിവേഴ്സ് എന്താണ്? 2 ടൈപ്സ് ഓഫ് റിവേഴ്സ് ഉണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണേ, ഞാൻ നന്നായി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ആദ്യം പറഞ്ഞു നമ്മൾ കുറച്ച് ഫാസ്റ്റായിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ റിവേഴ്സ്, 2 ടൈപ്സ് ഓഫ് റിവേഴ്സ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ദ റെയിൻ ഫെഡ് റിവേഴ്സ്. റെയിൻ ഫെഡ് റിവേഴ്സ് മീൻസ് റിവേഴ്സ് വിച്ച് ആർ ഡിപ്പെൻഡ്സ് ഓൺലി റെയിൻ വാട്ടർ ആർ കോൾഡ്. അപ്പോൾ മഴയെ ആശ്രയിച്ച് ഉള്ള റിവേഴ്സ്. മഴ കുറയുമ്പോൾ എന്തായിരിക്കും? ആ റിവേഴ്സിൽ വെള്ളം കുറയും. സമ്മർ സീസണിൽ ആ റിവേഴ്സ് ആകെ ഡ്രൈ അപ്പ് ആവും, വരണ്ടു പോകും. ദാറ്റ് ടൈപ്പ് ഓഫ് റിവേഴ്സ് ഈസ് കോൾഡ് റെയിൻ ഫെഡ് റിവേഴ്സ്. മഴയിൽ നിന്നും മാത്രം വെള്ളം കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ ഗോദാവരി ആൻഡ് കാവേരി. ഗോദാവരി റിവർ, കാവേരി റിവർ, ഇതൊക്കെ എന്താണ്? മഴയെ മാത്രം ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ഇപ്പോൾ വിൻ്റർ സീസൺ കഴിഞ്ഞ് ഒരു ഫെബ്രുവരി, മാർച്ച് ആകുമ്പോഴേക്കും ആ നദികളിലൊക്കെ എന്തായിരിക്കും? വെള്ളം കുറഞ്ഞു വരും. നെക്സ്റ്റ്, റിവേഴ്സ് വിച്ച് ഗെറ്റ് വാട്ടർ ഫ്രം മെൽറ്റിംഗ് സ്നോ ആർ കോൾഡ് സ്നോ ഫെഡ് റിവേഴ്സ്. എന്നാലോ ഈ ഹിമാലയ സാനുക്കളിലൊക്കെ ഉള്ള, ഹിമാലയ പർവ്വതത്തിൽ നിന്നൊക്കെ ഉത്ഭവിക്കുന്ന നദികൾ, ഈ അന്റാർട്ടിക് സർക്കിളിലൊക്കെ ഉള്ള നദികൾ, ആ നദികളിൽ എന്തായിരിക്കും? എല്ലാ സമയവും വെള്ളപ്പൊക്കമായിരിക്കും. സമ്മർ സീസണിലും അവിടെ വെള്ളപ്പൊക്കമായിരിക്കും.
എന്താണെന്ന് ചോദിച്ചാൽ അവിടെ മഞ്ഞുകട്ടകൾ ഉരുകി എന്താണ് സമ്മർ സീസണിലൊക്കെ ചൂട് കൂടുന്ന സമയത്ത് മഞ്ഞുകട്ടകൾ ഇങ്ങനെ ഉരുകാൻ തുടങ്ങി, കൂടുതലായിട്ട് ഉരുകും. അപ്പോൾ എന്താവും, അത് റിവേഴ്സിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. സോ ദാറ്റ് ടൈപ്പ് ഓഫ് റിവേഴ്സ് എനി ടൈംസ് ദെൻ ഫ്ലഡ്സ്. അല്ല ഇപ്പോൾ അവിടെ എന്തായിരിക്കും, വെള്ളപ്പൊക്കമായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പേജ് ഓപ്പൺ. that rivers, snowfed rivers, then for example ഗംഗ ആൻഡ് യമുന. ഇപ്പോൾ ഗംഗ റിവറും യമുന റിവറും എന്താണ്, സ്നോഫഡ് റിവേഴ്സിൽ ഉൾപ്പെട്ടതാണ്. എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ടാവും, കാരണം ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ് സ്നോഫഡ് റിവേഴ്സും റെയിൻഫഡ് റിവേഴ്സും. സ്നോഫഡ് റിവേഴ്സ് എന്ന് പറഞ്ഞാൽ മഴയെ മാത്രം ആശ്രയിക്കുക, ഗോദാവരി, കൃഷ്ണ. ദാറ്റ് സ്നോഫഡ് റെയിൻഫഡ് റിവേഴ്സ്. സ്നോഫഡ് റിവേഴ്സ് എന്താണ്, മഞ്ഞുകട്ട ഉരുകിയിട്ട് സ്നോ ഫാൾസ് ആയിട്ട് ഒഴുകിയെത്തുന്നത്. ദാറ്റ് ടൈപ്പ് ഓഫ് ഗംഗ ആൻഡ് യമുന. ഓക്കെ, നെക്സ്റ്റ് ഓഷ്യൻസ് ആൻഡ് സീസ്. ഇനി നമ്മൾ പറയാൻ പോണത് ഇപ്പോൾ ഓഷ്യൻസും കടലിലെ അതുപോലെ തന്നെ സീസിലെ സമുദ്രത്തിലൊക്കെ വെള്ളം. വാട്ടർ ഇൻ ദ ഓഷ്യൻസ് ആൻഡ് സീസ് ഇൻ സാൾട്ടി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങൾ രുചിച്ച് നോക്കിയിട്ടുണ്ടോ? ഓഷ്യൻസിലെ അതുപോലെ തന്നെ സീസിലെയൊക്കെ വെള്ളത്തിന് എന്തായിരിക്കും, ഒരു ഉപ്പ് രസമായിരിക്കും അല്ലേ, സാൾട്ടി. This is not fit for drinking, cannot be used for watering plants. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കുടിക്കാൻ കഴിയില്ല. ദിറ്റ് ആൻഡ് കനോട്ട് ബി യൂസ്ഡ്. നമുക്ക് അതുപോലെ തന്നെ പ്ലാന്റ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം അതിലൊക്കെ എന്തായിരിക്കും, സാൾട്ടി ടേസ്റ്റ് ആയിരിക്കും. സാൾട്ട് ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ സീ വാട്ടർ. നമ്മൾ കടലിലെ വെള്ളം വറ്റിച്ചാണ് എന്തെടുക്കുന്നത്, സാൾട്ട്, ഉപ്പ് എടുക്കുന്നത്. അതൊക്കെ നമുക്ക് എന്താ ചെയ്യാം, വലിയ ക്ലാസ്സിൽ പഠിക്കാം. നെക്സ്റ്റ് വാട്ടർ പൊല്യൂഷൻ. പക്ഷേ ഇപ്പോൾ നമ്മുടെ റിവേഴ്സ്, ഓഷ്യൻസ് അതുപോലെ തന്നെ സീസൊക്കെ അഭിമുഖീകരിക്കുന്ന മെയിൻ പ്രശ്നം വാട്ടർ പൊല്യൂഷനാണ്. വാട്ട് ഈസ് മീൻ ബൈ വാട്ടർ പൊല്യൂഷൻ? നമ്മൾ ചുറ്റുപാടുള്ള വേസ്റ്റ്, ഇപ്പോൾ ഫാക്ടറികൾ, ഹോസ്പിറ്റൽ, ഓഡിറ്റോറിയംസ്, ഇപ്പോൾ ഇങ്ങനെ ഓരോ ബിൽഡിങ്സ് ഇങ്ങനെ കൂടി വരികയല്ലേ. അപ്പോൾ അതിലേക്കുള്ള വേസ്റ്റ് കെമിക്കൽസ് എന്താണ്, തള്ളി വിടുകയാണ് നമ്മുടെ ഈ ഓഷ്യൻസ് റിവേഴ്സിലേക്കൊക്കെ. അപ്പോൾ ആ റിവേഴ്സൊക്കെ എന്താണ്, ഇപ്പോൾ പൊല്യൂട്ടഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ മാലിന്യങ്ങൾ കുമിഞ്ഞു കൂടിയിട്ട് അവിടെ എന്താണ്, വെള്ളം ആകെ ബ്ലൂ കളറുള്ള വെള്ളം എന്താണ്, ഗ്രീൻ കളറും റെഡ് കളറൊക്കെ ആയിക്കൊണ്ടിരിക്കുക. കാരണം ഫുൾ ഓഫ് വേസ്റ്റ്. ഓക്കെ, വേസ്റ്റ് എന്ന് പറഞ്ഞാൽ കെമിക്കൽസ്, ഈ വിഷാംശങ്ങൾ അടങ്ങിയ പോയിസൺസ് ആയിട്ടുള്ള കെമിക്കൽസ് വരെ ഇൻക്ലൂഡിങ് ആണ് നമ്മുടെ റിവർ വാട്ടറിൽ. സോ ദാറ്റ് വാട്ടർ ഈസ് പൊല്യൂട്ടഡ് വാട്ടർ. ഓക്കെ, യു അണ്ടർസ്റ്റാൻഡ് ദിസ്? Human activities have polluted river water and made it unsafe for drinking. ആ വാട്ടർ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കുടിക്കാൻ പറ്റില്ല. നമ്മൾ അതർ പർപ്പസിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാനും പറ്റില്ല, കാരണം അതിൽ പോയിസൺസ് ഇൻക്ലൂഡിങ് ആയിട്ടുണ്ടായിരിക്കും. ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഉള്ള ഈ മെഡിസിൻ്റെ ഒക്കെ കെമിക്കൽസും അതുപോലെ ഈ ഫാക്ടറീസ് നിന്നൊക്കെ ഉള്ള വേസ്റ്റ് തള്ളി വിടുമ്പോൾ അതിലെ വെള്ളം അത്രയ്ക്കും മാലിന്യം നിറഞ്ഞതായിരിക്കും. ദിസ് വാട്ടർ ഹാസ് മെനി എഫക്ട്സ് ഓഫ് ഹ്യൂമൻ കൈൻഡ്, സം അതർ ആസ് ഫോളോസ്. അത് നമുക്ക് മാത്രമല്ല, ഹ്യൂമൻസിന് മാത്രമല്ല, ആ ജലാംശത്തിൽ വളരുന്ന ഫിഷ്, അവിടെയുള്ള അക്വറ്റിക് പ്ലാന്റ്സ്, ഇതിനൊക്കെ എന്താവും, ദോഷകരമായി ബാധിക്കും. ഓക്കെ, then water pollution causes diseases like diarrhea, cholera and dysentery. അപ്പോൾ നമുക്ക് ഈ പൊല്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടർ നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വരും, നമുക്ക് പല രോഗങ്ങൾ, ഡയറിയ, കോളറ, ഡിസെൻട്രി, അങ്ങനെയുള്ള പല രോഗങ്ങൾ പിടിപെടും. അതുപോലെ തന്നെ ഇറ്റ് കിൽ ഫിഷസ് ആൻഡ് അതർ വാട്ടർ ആനിമൽസ്. ആ വെള്ളത്തിൽ വളരുന്ന ഫിഷ്, മീനുകളും അതുപോലെ തന്നെ ആ വാട്ടറിലുള്ള വാട്ടർ ആനിമൽസിനൊക്കെ എന്തായിരിക്കും, അവരൊക്കെ ചത്തുപൊങ്ങും. പല പേപ്പറിലൊക്കെ നിങ്ങൾ കാണാറില്ലേ, പല സമുദ്രങ്ങളിലെയും അതുപോലെ റിവേഴ്സിലെയൊക്കെ മേലെങ്ങനെ ഈ മത്സ്യങ്ങൾ ഇങ്ങനെ ചത്തുപൊങ്ങി കിടക്കുന്നുണ്ടായിരിക്കും. അതിൻ്റെ കാരണം എന്താണ്, നമ്മൾ മനുഷ്യർ തന്നെയാണ് അതിന് കാരണം. മനുഷ്യരെ ഒഴുക്കുന്ന വിഷാംശം ശ്വസിച്ചാണ് അവരെന്ത് ചെയ്യുന്നത്, ചത്തുപൊങ്ങുന്നത്. കിൽ ദ വാട്ടർ ആനിമൽസ്. ഇറ്റ് ക്യാൻ ആൾസോ ഡിസ്ട്രോയ് അക്വറ്റിക് പ്ലാന്റ്സ്. മാത്രമല്ല നമ്മൾ പഠിച്ചിട്ടുണ്ട് വാട്ടർ പ്ലാന്റ്സ്, വെള്ളത്തിൽ വളരുന്ന പ്ലാന്റ്സ് ഉണ്ട്, അക്വറ്റിക് പായലുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള പ്ലാന്റ്സിനൊക്കെ എന്തായിരിക്കും, അത് ദോഷകരമായി ബാധിക്കും. ഓക്കെ, നശിച്ചു പോകും. യു അണ്ടർസ്റ്റാൻഡ് ദ വാട്ടർ പൊല്യൂഷൻ? നെക്സ്റ്റ്, വേ ടു റെഡ്യൂസ് പൊല്യൂഷൻ. നമുക്ക് എങ്ങനെ ഈ പൊല്യൂഷൻസ് തടയാൻ പറ്റും? നെക്സ്റ്റ്, ഫസ്റ്റ് വൺ, ഡിസ്പോസ് ഗാർബേജ് ഇൻ ബിൻസ്, നോട്ട് ഇൻ ലേക്സ് ആൻഡ് റിവേഴ്സ്. നമുക്ക് എന്ത് ചെയ്യണം, റിവേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. നമ്മൾ പഠിച്ചു അല്ലേ, വാട്ടറാണ് നമ്മുടെ എസെൻഷ്യൽ ഫോർ അവർ ലൈഫ്. വാട്ടർ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്പോസ് ഗാർബേജ് ബിൻസ്, എല്ലായിടത്തും ഒരു വേസ്റ്റ് ബോക്സ് നിക്ഷേപിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, എന്ത് വേസ്റ്റ് ഉണ്ടെങ്കിൽ ആ വേസ്റ്റ് ബോക്സിൽ, അല്ലാതെ ഒരിക്കലും അത് റിവേഴ്സിൽ തള്ളിവിടാൻ അനുവദിക്കരുത്. അതുപോലെ ലേക്സ്, റിവേഴ്സ്
ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഷുഡ് നോട്ട് ബി ട്രീറ്റഡ് ആൻഡ് ക്ലീൻ ബിഫോർ ഇറ്റ് സെൻഡ് ടു ദ റിവേഴ്സ്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള വേസ്റ്റ് തള്ളിവിടുന്ന സമയത്ത് എന്ത് ചെയ്യണം, ക്ലീൻ ചെയ്യണം. അതിലുള്ള വേസ്റ്റ് പോയിസൺസ് എല്ലാം ക്ലീൻ ചെയ്തിട്ട് വേണം ഒഴുക്കാൻ. അതുപോലെ സാവേജ് വാട്ടർ, ഈ പല ഓടകളിൽ നിന്നും വരുന്ന വാട്ടർ എവിടേക്കാവും ചെന്ന് എൻഡ് ചെയ്യുന്നത് റിവേഴ്സിലായിരിക്കും. അപ്പോൾ അതെന്ത് ചെയ്യണം, ആ എൻഡ് ചെയ്യുന്നതിന് മുന്നേ അത് ക്ലീൻ ചെയ്യാനുള്ളൊരു പദ്ധതി കൂടെ കാണണം. എന്നിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാട്ടർ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഓഷ്യൻസിലേക്ക് അല്ലെങ്കിൽ റിവേഴ്സിലേക്ക് ഒഴുകി ചെല്ലുന്നുള്ളൂ. അങ്ങനെയുള്ളൊരു പദ്ധതി കണ്ടെത്തണം. നെക്സ്റ്റ്, വെൻ യു ഗോ ഔട്ട് ഫോർ പിക്നിക് നിയർ ലേക്സ്. അതുപോലെ തന്നെ നിങ്ങളായാലും കുട്ടികളായാലും നമ്മളെന്താ പിക്നിക്ക്, ഒരു ഉല്ലാസയാത്രയ്ക്ക് വേണ്ടി പോകാറുണ്ട് അല്ലേ, ബീച്ചിൽ അതുപോലെ എടുത്ത റിവേഴ്സിലൊക്കെ പോകാറുണ്ട്. ആ സമയത്ത് നിങ്ങളുടെ കയ്യിൽ എന്തായിരിക്കും, പല വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കൊണ്ടുവരുന്ന കവേഴ്സ്, അതുപോലെ തന്നെ പല ബിസ്ക്കറ്റ്, എന്താ പറയുക, ലേസൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള പല പാക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും, കഴിച്ചിട്ട് ആ കവേഴ്സൊക്കെ നദികളിലേക്ക് ഇടും. അങ്ങനെ ചെയ്യരുത്. അതെന്ത് ചെയ്യണം, അവിടുത്തെ ഗാർബേജ് ബിൻസിൽ നമ്മുടെ അടുത്തുള്ള വേസ്റ്റൊക്കെ എന്ത് ചെയ്യണം, അവിടെ ഡസ്റ്റ്ബിൻ ഉണ്ടായിരിക്കും, ആ വേസ്റ്റ് ബിൻസിൽ നമ്മൾ നിക്ഷേപിക്കണം. ഇത്രയൊക്കെ ചെയ്യുമ്പോൾ എന്താവും, നമുക്ക് ഒരളവ് വരെ നമ്മുടെ വാട്ടർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ. നെക്സ്റ്റ്, പ്യൂരിഫയിങ് വാട്ടർ. ക്ലാസ് കുറച്ച് സ്പീഡ് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ പറഞ്ഞല്ലോ, മനസ്സിലാവാത്ത ഭാഗം എൻ്റെ ഫോണിലേക്ക് വോയിസ് വിട്ടാൽ മതി കേട്ടോ. കാരണം നമുക്ക് സ്പീഡ് പോവാതെ രക്ഷയില്ല. ചാപ്റ്റർ കുറച്ചുകൂടെ തീർക്കാനുണ്ട്, ഒരുപാട് ചാപ്റ്റർ ഉണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ നോക്കും പറയാം. അപ്പോൾ നമുക്ക് ഓരോ ഭാഗത്ര തീർക്കണം എന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡിൽ പോകുന്നത്. നെക്സ്റ്റ്, പ്യൂരിഫയിങ് വാട്ടർ. ഇനി ഈ വാട്ടർ നമുക്ക് എന്ത് ചെയ്യണം, പ്യൂരിഫൈ ചെയ്യണം, ശുദ്ധീകരിക്കണം. Then when the rivers, lakes, ponds and wells as germs and impurities, നമ്മൾ പറഞ്ഞു നമ്മുടെ റിവേഴ്സിലെയും ഓഷ്യൻസിലൊക്കെ വെള്ളം ഫുൾ എന്താണ്, എന്താ പറയുക, വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അത് പൊല്യൂട്ടഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഈസ് നോട്ട് ഫോർ ഡ്രിങ്കിങ്, നമുക്കത് കുടിക്കാൻ കഴിയില്ല അല്ലേ. പ്യൂരിഫൈഡ് ഫോർ ഡ്രിങ്കിങ്. സോഴ്സ് ഓഫ് വാട്ടർ സപ്ലൈ in the city nearby lakes or rivers. This water purified in water treatment plants. ഇപ്പം എന്താണ്, നമ്മുടെ ഈ കടലിലെ വെള്ളം അതുപോലെ തന്നെ റിവേഴ്സിലെ ഒക്കെ വെള്ളം എന്താണ്, വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ആ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സ് വഴി എന്താണ്, വെള്ളം ശുദ്ധീകരിക്കുന്നുണ്ട്. എന്നിട്ടാണ് പല ഇടങ്ങളിലേക്ക്, നിങ്ങളുടെ വീട്ടിലൊക്കെ ഇപ്പോൾ നമുക്ക് പല സ്ഥലങ്ങളിലൊക്കെ ഞങ്ങളുടെയൊക്കെ അടുത്തുണ്ട് ജലനിധി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ എല്ലാ വീടുകളിലേക്കും ഉണ്ട്, സപ്ലൈ ആയിട്ട് വരുന്നുണ്ടല്ലോ അല്ലേ, വാട്ടർ സപ്ലൈ. അപ്പോൾ അതാണ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സ്. അത് എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, എത്തുന്നത് നമുക്ക് നോക്കാം. This water purified in water treatment plants before it is collected the big tanks. അപ്പോൾ നമുക്ക് വലിയ ടാങ്കിലെത്തി നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നതിന് മുൻപേ അതിൻ്റെ മെത്തേഡ്സ്. From these tanks it reaches our homes through the big pipes. We get this water when we open our taps. ഇവിടെ നോക്കിയ പിക്ചർ നോക്കിയ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സ്. ഫസ്റ്റ്, റിവർ വാട്ടർ. ലിസൺ ദിസ്, റിവർ വാട്ടർ എന്താണ്, ഇവിടെ പമ്പ് ചെയ്യുന്നു. എന്നാൽ അത് മിക്സിങ് ടാങ്കിൽ വെച്ചിട്ട് അതിൻ്റെ എന്താണ് വേസ്റ്റ് ഇവിടെ മിക്സ് ചെയ്യുന്നു. എന്നിട്ട് ശേഷം എന്താണ് സെറ്റിലിംഗ് ടാങ്ക്സ്, പിന്നെ ഫിൽട്ടർ ചെയ്യണം, ക്ലീൻ ചെയ്യുന്നു. പിന്നെ എന്താണ് ക്ലോറിനേഷൻ. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബിഗ് ടാങ്കിലേക്ക് പ്യൂരിഫൈഡ് വാട്ടർ കളക്റ്റഡ് ബിഗ്. ഇവിടെ എത്തുമ്പോഴേക്ക് പ്യൂരിഫൈ ചെയ്തു, അതിൻ്റെ പൊല്യൂട്ടഡ് ആയതെല്ലാം എന്ത് ചെയ്തു, ഫിൽട്ടർ ചെയ്തു, അത് പ്യൂരിഫൈ ചെയ്ത് ശുദ്ധീകരിച്ചു. പിന്നെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഹോംസിലേക്ക് പൈപ്പ് സപ്ലൈ വാട്ടർ അറ്റ് ഹോംസ്, നമ്മുടെ വീട്ടിലേക്കൊക്കെ സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ആണ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്യൂരിഫൈങ് വാട്ടർ അറ്റ് ഹോംസ്. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ ഈ വാട്ടർ പ്യൂരിഫൈങ് വാട്ടർ ഹോംസിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ വീട്ടിലെത്തിയാൽ നമ്മൾ ആ വെള്ളം എടുത്ത് കുടിക്കുമോ, ഇല്ലല്ലോ. At times the water we get from taps gets mixed with impurities. It is not safe for drinking. അതെന്തല്ല, കുടിക്കാൻ അത്ര സേഫ് അല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, വി ഷുഡ് പ്യൂരിഫൈ ഇറ്റ് ഫോർ ഡ്രിങ്കിങ്. നമ്മളത് പ്യൂരിഫൈ ചെയ്യണം അല്ലേ. വാട്ടർ ക്യാൻ ബി പ്യൂരിഫൈഡ് അറ്റ് ഹോം ഓൾ ഇൻ ദ ഫോളോയിങ് വേസ്. നമ്മുടെ വീട്ടിൽ നമ്മൾ വാട്ടർ പ്യൂരിഫൈ ചെയ്യുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ബോയിലിംഗ് എന്ന് പറഞ്ഞാൽ തിളപ്പിക്കുക. അപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളമല്ലേ നമ്മൾ കുടിക്കുന്നത്. ഇപ്പോൾ തന്നെ പച്ചവെള്ളമൊന്നും തീരെ കുടിക്കാൻ പാടില്ല അല്ലേ, തണുപ്പുള്ള കോൾഡ് വാട്ടർ ഒന്നും കുടിക്കരുത്. കാരണം ഇപ്പോൾ കൊറോണേനൊക്കെ പേടിച്ച് എല്ലാവരും എന്താണ്, തിളപ്പിച്ചാറിയ വെള്ളം നിർബന്ധമാക്കി അല്ലേ. തിളച്ച് ഒരു മാക്സിമം ചൂടോട് കൂടെയാണ് ഇപ്പോൾ നമ്മൾ വെള്ളം കുടിക്കുന്നത്. ബോയിലിംഗ് വാട്ടർ ഈസ് ദ ഈസിയസ്റ്റ് മെത്തേഡ് ഓഫ് പ്യൂരിഫിക്കേഷൻ. ബോയിലിംഗ് കിൽസ് ദ ജെംസ് പ്രസൻറ്റ് ഇൻ ദ വാട്ടർ. അപ്പോൾ ബോയിലിംഗ് ചെയ്യുന്ന സമയത്ത്, തിളപ്പിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ വാട്ടറിലുള്ള വെള്ളത്തിലുള്ള അണുക്കൾ എന്താ നശിച്ചു പോകുന്നുണ്ട്. ഓക്കെ,
നെക്സ്റ്റ് വൺ, വി ക്യാൻ ക്ലീൻ വാട്ടർ ബൈ യൂസിങ് എ വാട്ടർ ഫിൽട്ടർ. ഇപ്പോൾ നമ്മൾ ഫിൽട്ടർ ചെയ്യുന്നുണ്ട് അല്ലേ. ഫിൽട്ടർ ചെയ്യുമ്പോൾ എന്താണ്, അതിൽ ജംസൊക്കെ നമ്മൾ മാറ്റി നിർത്തി നല്ല ശുദ്ധീകരിച്ച വെള്ളമാണ് നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ്, വാട്ടർ ക്യാൻ ബി പ്യൂരിഫൈഡ് ബൈ യൂസിങ് ഇലക്ട്രിക്കൽ വാട്ടർ ഫിൽറ്റേഴ്സ്, വാട്ടർ പ്യൂരിഫൈസ്. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ വാട്ടർ ഉണ്ട്, അവരെന്ത് ചെയ്യണം, നമ്മുടെ ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ഫിൽട്ടർ ചെയ്ത് തരുന്നുണ്ട്. അങ്ങനെ 3 മെത്തേഡ്സ് ആണ് നമ്മുടെ ഹോംസിൽ വീട്ടിലുള്ളത്. ഫസ്റ്റ് വൺ ബോയിലിംഗ്, സെക്കൻഡ് വൺ വാട്ടർ ഫിൽട്ടർ, നെക്സ്റ്റ് വാട്ടർ പ്യൂരിഫയേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് സ്റ്റഡീഡ് ദാറ്റ് വാട്ടർ സൈക്കിൾ. വാട്ടർ സൈക്കിളൊക്കെ നമ്മൾ 3rd സ്റ്റാൻഡേർഡ് പഠിച്ചിട്ടുണ്ടോ അല്ലേ? പഠിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. Water cycle, the continuous movements of water from Earth's surface to the atmosphere and from the atmosphere back to the Earth is called the water cycle. It involves 2 processes, evaporation and condensation. Evaporation and condensation എന്ന് പറഞ്ഞാൽ, ലിസൺ ദിസ്, ഇവിടെ ശ്രദ്ധിച്ച എല്ലാവരും, ക്ലാസ് അങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ബോറടിക്കരുത്, ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ എവാപ്രേഷൻ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോൾ കടലിലെ വെള്ളം, നിങ്ങളിപ്പോൾ ഈ പിക്നിക്കിനൊക്കെ സമയത്ത് ഇങ്ങനെ ബീച്ചിലൊക്കെ പോകുന്ന സമയത്ത് കണ്ടിട്ടുണ്ടോ, ഈ ഓഷ്യൻസിലേക്ക് വെള്ളം കാണാൻ അങ്ങനെ മേലേക്ക് ഒരു ആവി ഇങ്ങനെ മേലേക്ക് പോകുന്നുണ്ടോ? അതെന്താണ്, ഈ കടലിലെ വെള്ളം എവോപ്പറേറ്റ് ചെയ്യുക, സണ്ണിൻ്റെ കൂടുതലായ ചൂട് കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് എവോപ്പറേറ്റ് ചെയ്തിട്ട് നീരാവിയായിട്ട് ഇങ്ങനെ മേലേക്ക് പൊങ്ങുകയാണ്. അപ്പോൾ ഈ വെള്ളമാണ് എന്ത് ചെയ്യുന്നത്, ആവിയായിട്ട് ഇങ്ങനെ മേലേക്ക് പോണത്. അതെന്ത് ചെയ്യുന്നുണ്ട്, കുറേ അങ്ങോട്ട് എത്തിയ അതെന്ത് ചെയ്യുന്നുണ്ട്, അത് തണുത്തു പോകും. തണുത്തു പോകുമ്പോൾ എന്തായി, അത് ഈ എയർ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ അത് വാട്ടറായി മാറും. വാട്ടറായി മാറി പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലൗഡ്സ് ആവുന്നുണ്ട്, മേഘങ്ങളാവുന്നു. പിന്നെ ആ മേഘങ്ങൾ വീണ്ടും തണുക്കൂൾസ് ആവുന്നു. തണുത്ത് വീണ്ടും വന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അത് റെയിൻ വാട്ടറായിട്ട് താഴേക്ക് പതിക്കും. അതാണ് റെയിൻ. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഓക്കെ, എർത്ത് ഈസ് ദിസ് വാട്ടർ സൈക്കിൾ, ഇതിനെയാണ് വാട്ടർ സൈക്കിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, നോക്കിയേ. എവോപ്പറേഷൻ ഫ്രം പ്ലാന്റ്സ് കണ്ടോ, ഈ ഒരു പിക്ചർ നോക്കിയത്. എവോപ്പറേഷൻ, കണ്ടൻസേഷൻ കണ്ടോ. ഇവിടെ നിന്ന് എന്താണ്, റിവേഴ്സിൽ നിന്നും പോകുന്നു, അത് എയർ ആയിട്ട് മേലെ എത്തി ക്ലൗഡ്സ് ആവും. വീണ്ടും ക്ലൗഡ്സ്, ഇത് കണ്ടൻസേഷൻ, തണുക്കുന്നു. പിന്നെ എന്താ, റെയിൻ വാട്ടറായിട്ട് വീണ്ടും അത് താഴെ എത്തും അല്ലേ. ഇവോപ്പറേഷൻ മീനിങ് മലയാളം വേർഡ് ബാഷ്പീകരണം എന്നാണ് കേട്ടോ. ഡ്യൂ ടു ദ ഹീറ്റ് ഓഫ് ദ സൺ, വാട്ടർ കണ്ടിന്യൂസ്ലി എവോപ്പറേറ്റ്സ് ഫ്രം സീസ്, റിവേഴ്സ്, ലേക്സ് ആൻഡ് പോൺസ്. ലേക്സൊന്നും പോൺസിലൊക്കെ എന്നൊക്കെ എന്താണ്, എവോപ്പറേറ്റ് ചെയ്ത് ആവിയായിട്ട് നീരാവിയായിട്ട് പൊങ്ങുന്നു. ഇറ്റ് ചേഞ്ചസ് ഓഫ് വാട്ടർ ഇൻ ടു വാട്ടർ വെപ്പർ ഡ്യൂ ടു ദ ഹീറ്റിംഗ് ഈസ് കോൾഡ് എവോപ്പറേഷൻ. ആ പ്രോസസ്സിനെയാണ് എന്ത് പറയുക, എവോപ്പറേഷൻ എന്ന് പറയുന്നത്. വാട്ടർ വെപ്പർ റൈസസ് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് എവോപ്പറേഷൻ. ഇനി എവോപ്പറേഷൻ എഫക്റ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? എവോപ്പറേഷൻ ഈസ് ഫാസ്റ്റർ ഓൺ എ വിൻഡി ഡേ. ഇപ്പോൾ വിൻഡി ഡേയിലേക്ക് നമ്മൾ പോകുന്നത് അല്ലേ, ഒരു നവംബർ ലാസ്റ്റ്, ഡിസംബറൊക്കെ, ജനുവരിയൊക്കെ എന്തായിരിക്കും, നല്ല തണുപ്പായിരിക്കും. ദാറ്റ് ഈസ് വിൻഡി ഡേ, വിൻ്റർ സീസൺ. വിൻ്റർ സീസണിൽ എന്താണ്, എവോപ്പറേഷൻ ഫാസ്റ്റർ ആയിരിക്കും. അതെങ്ങനെയാണ് വിൻ്റർ സീസണിൽ എവോപ്പറേഷൻ ഫാസ്റ്റർ ആവുന്നത്? ഇവിടെ 2 ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. 2 ആക്ടിവിറ്റിയുടെ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഈ 2 ആക്ടിവിറ്റി നോക്കിയേ. ഫസ്റ്റ് ആക്ടിവിറ്റി, ടേക്ക് 2 ഈക്വലി വെറ്റ് ടവൽസ്. 2 ടവൽസ് എടുക്കാം. 2 ടവൽസ് എടുത്തിട്ട് നനയ്ക്കണേ. ആക്ടിവിറ്റി ഞാൻ ചെയ്ത് നോക്കുക. നനയ്ക്കണം. നനച്ചിട്ട് ഒരു ടവൽ എന്ത് ചെയ്യുക, ഫാൻ ഓൺ ചെയ്ത റൂമിലും വെക്കുക. ഒരു ടവല്, നനഞ്ഞ ടവലാണ്, വെള്ളത്തിൽ നിന്ന് അങ്ങോട്ട് മുക്കി ഒന്ന് എടുത്തിട്ട് വേണം. ഒരു ടവൽ എന്ത് ചെയ്യുക, ഫാൻ ഓഫ് ചെയ്ത റൂമിലും വെക്കുക. ഒന്ന് ഓഫ് ചെയ്ത റൂമിലും ഒന്ന് ഫാൻ ഓൺ ചെയ്ത റൂമിലും വെക്കുക. അങ്ങനെ നിങ്ങൾ കുറച്ച് സമയം കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുക, പോയി നോക്കണം. പോയി ചെക്ക് ചെയ്യണം. പോയി നോക്കുന്ന സമയത്ത് ആ ഫാൻ ഓഫ് ചെയ്ത റൂമിൽ എന്തായിരിക്കും, ആ നനച്ച് വെച്ച ടവലുണ്ടല്ലോ അത് അതേപോലെ കിടക്കുകയായിരിക്കും. എന്നാൽ ഫാൻ ഓൺ ചെയ്ത റൂമിൽ എന്തായിരിക്കും, ആ നനഞ്ഞ ടവല് ഉണങ്ങിയിട്ടുണ്ടായിരിക്കും. അത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? അപ്പോൾ ഫാൻ ഇടുമ്പോൾ നമുക്ക് ഫാൻ ഓൺ ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരുന്നത്, നല്ല വിൻഡ്, കാറ്റാണ് വരുന്നത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, വിൻഡിന് എന്തിൻ്റെ കഴിവുണ്ട്, അത് എവോപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ, ആ വെള്ളം മുഴുവൻ വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് വിൻഡി ഡേയിൽ എവോപ്പറേഷൻ ഫാസ്റ്ററാന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ എന്തായിരിക്കണം, ആ ഫാൻ ഓഫ് ചെയ്ത റൂമിൽ എന്തായിരിക്കണമായിരുന്നു, വാട്ടർ
ആ കർച്ചീഫ് ഉണങ്ങണ്ടേ, അത് അതേപോലെ നനഞ്ഞു കിടക്കുക. അപ്പോൾ എന്താണ്, വിൻഡിന് എന്ത് കഴിവുണ്ട്, വാട്ടർ എവോപ്പറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഓക്കെ, ദെൻ എവോപ്പറേഷൻ ഈസ് ഫാസ്റ്റർ വെൻ ടെമ്പറേച്ചർ ഈസ് ഹൈ. അതുപോലെ തന്നെ നല്ല ചൂടുള്ള സമയത്തും എന്താണ്, എവോപ്പറേഷൻ ഫാസ്റ്റർ ആയിരിക്കും. കാരണം ഒരു ആക്ടിവിറ്റിയുടെ പറയുന്നുണ്ട്, ടേക്ക് 2 ഈക്വൽ വെറ്റ് ടവൽസ്. ഇതുപോലെ തന്നെ നനഞ്ഞ 2 ടവൽസ് എടുക്കുക. ഒന്നെന്ത് ചെയ്യുക, നമ്മുടെ വീട്ടിന് പുറത്ത് വയ്ക്കുക. നമ്മളെ വീട്ടിൽ തുണിയൊക്കെ ഉമ്മച്ചി തുണിയൊക്കെ തോരയിട വാഷ് ചെയ്തിട്ട് എവിടെ ഉണങ്ങാനിടുക, റൂമിൻ്റെ ഉള്ളിലാണ്, റൂമിൻ്റെ പുറത്തല്ലേ ഇടുക. റൂമിൻ്റെ പുറത്തിട്ടാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഈവനിങ്ങിനൊക്കെ എടുക്കാൻ ചെല്ലുമ്പോൾ അത് ഉണങ്ങിയിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ റൂമിന് ഉള്ളിൽ വെക്കുകയാണെങ്കിലോ, ഉള്ളിലാണെങ്കിൽ അത് ഉണങ്ങൂല, അത് അതേപോലെ കിടക്കും അല്ലേ. അപ്പോൾ അതൊന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം, നല്ല ചൂടുള്ള സമയത്ത് സണ്ണിൻ്റെ ഹോട്ട് നന്നായി വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, എവോപ്പറേഷൻ കൂടുന്നുണ്ട്. ആ ആക്ടിവിറ്റി അവിടെ സക്സസ് ആയി അല്ലേ. അപ്പോൾ ഈ 2 ആക്ടിവിറ്റിയിലൂടെ നമുക്ക് എന്ത് മനസ്സിലായി, എവോപ്പറേഷൻ ഈസ് ഫാസ്റ്റർ വെൻ ദ ടെമ്പറേച്ചർ ഈസ് ഹൈ, ദെൻ എവോപ്പറേഷൻ ഈസ് ഫാസ്റ്റർ ഓൺ എ വിൻഡി ഡേ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 2 ആക്ടിവിറ്റി ചെയ്തു അല്ലേ. ഇനി നമുക്ക് കണ്ടൻസേഷൻ ആൻഡ് വാട്ടർ കൺസർവേഷൻ, ഈ 2 പോയിൻറ്റ്സ് കൂടെ എടുത്താൽ പിന്നെ നമുക്ക് ഈ ടെക്സ്റ്റ് വർക്ക് അത് ഞാൻ ഇപ്പോൾ അടുത്ത ദിവസം തന്നെ ഞാൻ ഏതെങ്കിലും ടീച്ചേഴ്സിൻ്റെ പീരീഡിലോ അല്ലെങ്കിൽ നമ്മുടെ GK പീരീഡ് ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, EVS ഉൾപ്പെടുത്താം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, EVS 2-3 ചാപ്റ്ററോടെ അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ തന്നെ ഇത് ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ചാപ്റ്ററും അടുത്ത ചാപ്റ്ററും തീർക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ക്ലാസ് കുറച്ച് ഫാസ്റ്റാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ലൈവ് ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാം. പിന്നെ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് വോയിസ് വിടാം കേട്ടോ. അപ്പോൾ നമുക്കെല്ലാം റെഡിയാക്കാം. നന്നായി പഠിക്കുക, നന്നായി റീഡ് ചെയ്യണം. 4-5 തവണയെങ്കിലും നിങ്ങൾ വീഡിയോ ക്ലാസ് കാണണം. ഒരു പ്രാവശ്യം കണ്ടിട്ട് ഓഫ് ചെയ്ത് വെക്കരുത് കേട്ടോ. ഓക്കെ, ബൈ.